ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറശ്ശിനിയിലേക്കാണ് കേട്ടോ പോകുന്നത്. രാവിലെ തന്നെ പറശ്ശിനിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് വളയും മാലയും അതുപോലെ തന്നെ ഫാൻസി കടകളൊക്കെ നോക്കിയാണ് നമ്മൾ പോയത്. ഞാനും വൈഷും ആൻറ്റിയും പാപ്പനും പിള്ളേരാണ് പോയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിനകത്ത്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് തിരുവപ്പന കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിരുവപ്പനയും കഴിപ്പിച്ച് നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണേ. ഭയങ്കര തിരക്കായിരുന്നു. ചോറൂണിനൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനകത്തേക്ക് പോകാൻ വേണ്ടി നമ്മളിത് ചെരുപ്പ് അയച്ച് വെക്കണം, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലം നോക്കുന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇത് ഒരു സൈഡിൽ നമ്മൾ ചെരുപ്പ് അയച്ച് വെക്കുകയാണ്. എല്ലാവരും കൂടി ചെരുപ്പ് അയച്ച് വെച്ച് നേരെ അമ്പലത്തിൻ്റെ പുഴയിലേക്ക് കാല് കഴുകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാല് കഴുകാൻ വേണ്ടി മുമ്പൊന്നും ഈ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വേലി കെട്ടിയതുകൊണ്ട് വളരെ ഉപകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വഴുതി വീഴാനോ അങ്ങനത്തെ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ വേലി കെട്ടിയതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. ആരും വഴുതി വീഴാൻ ചാൻസ് ഇല്ല. വീണാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. പിന്നീട് അമ്പലത്തിനകത്ത് കയറുമ്പോൾ തന്നെ ഞാൻ മുത്തപ്പനെയാണ് കണ്ടത്. മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ കാണാൻ പറ്റൂലായിരുന്നു. ഞാൻ സാധാരണ എപ്പോഴും 11 മണിക്കൊക്കെയാണ് പോകുന്നത്, അപ്പോൾ കാണാൻ പറ്റൂലായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് മുത്തപ്പനെയൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, അമ്പലത്തിനകത്തുള്ള പ്രസാദ കൗണ്ടറാണ്. അവിടെ തന്നെയാണ് നമുക്ക് ചായയും പ്രസാദവും കിട്ടുന്നത്. ഇത് ഊട്ടുപുരയിലൊക്കെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ക്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അമ്പലത്തിൻ്റെ പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചോറൂണിൻ്റെ ആ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കുറേ ക്യൂ ഒക്കെ നിന്ന് അങ്ങ് അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കിടന്നപ്പോൾ കുറേ സമയം നിന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. പിന്നെ ഇത് പയറും തേങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രസാദം. അങ്ങനെ നമ്മൾ കഴിക്കലാണേ. അങ്ങനെ കഴിച്ച് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് ചായ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു ചായ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇതേ ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചായ അങ്ങനെ 3 ഗ്ലാസ് ചായ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഇതേ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഈ ബോട്ടിൻ്റെ ഈ ഒരു വശത്തേക്കാണ് നമ്മൾ വന്നത്. അങ്ങനെ ആൻലിക്കും അലാനയ്ക്കും നമ്മൾ ബോട്ടൊക്കെ കാണിച്ചു കൊടുത്തു. കയറാൻ പറ്റിയില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി. പിന്നെ എൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് വെയിറ്റ് അങ്ങ് കൂടിയിട്ടുള്ളത്. 68 കിലോ ആയി. അപ്പോൾ ഇന്ന് മുതൽ ഡയറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വൈഷു ആണെങ്കിൽ ഇതാ ലോട്ടറി കണ്ട് അപ്പം തന്നെ ലോട്ടറി എടുക്കും. അങ്ങനെ ഒരു ലോട്ടറി എടുത്ത്. പിന്നെ ഇതൊരു പുതിയ കുപ്പിവളയുടെ കടയാണെന്ന് തോന്നുന്നു കേട്ടോ. മുൻപൊന്നും വന്നപ്പോൾ ഈ ഒരു കട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പ് കയറുകയാണ്. ഇറങ്ങാൻ ഭയങ്കര ആവേശമായിരുന്നു, പക്ഷേ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ മുകളിലോട്ട് കയറി അവിടെ നിന്നും വെള്ളമൊക്കെ കുടിച്ചു ദാഹമൊക്കെ മാറ്റി നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.